മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മനുഷ്യരെല്ലാവരും തന്നെ കൺഫർമേഷൻ ബയാസ് എന്നൊരു പ്രതിഭാസത്തിന്, ഒരു മനഃശാസ്ത്ര പ്രതിഭാസത്തിൻ്റെ ഇരകളാണ്. അതെന്തുകൊണ്ടാണ് ഇന്ന് പ്രതിപാദിക്കാമെന്ന് വെച്ചതെന്നാൽ, നാം എന്തിനാണ് ഈ വോയിസ്, ഇത്തരം വോയിസുകൾ എല്ലാ ദിവസവും രാവിലെ കേൾക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് കൂടിയാണ് അതൊന്നുകൂടെ പ്രതിപാദിക്കാമെന്ന് കരുതിയത്. നമ്മൾ ബ്രെയിൻ ഹാക്കിംഗ് തുടങ്ങിയ മൈൻഡ് സെറ്റ് തുടങ്ങിയ നിയമങ്ങളിലൂടെ അത് മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു ഡീപ്പർ വശം കൂടെ, അതിൻ്റെ ഒരു ആഴത്തിലുള്ള വശം കൂടെ നിറഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഇതെല്ലാം ഓർത്ത് വെക്കേണ്ടുന്ന ആവശ്യകതയില്ല. എല്ലാ ദിവസത്തെയും വോയിസിൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കേണ്ടുന്ന ആവശ്യകതയൊന്നുമില്ല. ഒരുപക്ഷെ അത് ഏതെങ്കിലും രീതിയിൽ പഠന വിധേയമാക്കുന്ന ആളുകളോ പഠിക്കുന്ന ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുന്നതും നോട്ട് ചെയ്യുന്നതും നല്ലതാണ്. അതല്ലെങ്കിൽ ഇതൊന്നും ഓർത്ത് വെക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യേണ്ടുന്ന ആവശ്യകത പോലുമില്ല. ഒരുപക്ഷെ അങ്ങനെ ആവശ്യകതയുള്ള വോയിസിൽ അത് പറയുന്നുണ്ടാകും, ഇന്നത്തെ വോയിസിലെ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറയുന്നുണ്ടാകും. പക്ഷെ പ്രധാനമായും അതിൻ്റെ ആവശ്യകതയില്ല. ഇതൊന്ന് കേട്ട് വിട്ടാൽ മാത്രം മതിയാകും. ഇത് ജസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഒന്ന് കേട്ട് വിട്ടാൽ പോലും മതിയാകും. എന്താണ് ഇനി കൺഫർമേഷൻ ബയാസ്? കൺഫർമേഷൻ ബയാസ് എന്നാൽ, നാം കുട്ടിക്കാലം മുതൽ ഇന്നലെ വരെ വിശ്വസിച്ച് വെച്ചിരുന്ന, ഞാൻ പലപ്പോഴും വിശ്വാസം എന്ന വാക്ക് വളരെ അപൂർവമായി ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കാരണം വിശ്വാസമല്ല എന്ത് നേടാൻ വേണ്ടത്, അറിവാണ്. അതാത് മേഖലയിൽ ലക്ഷ്യം നേടാനുള്ള അറിവും വൈദഗ്ധ്യവും സ്കില്ലുമാണ് വേണ്ടത്. അതിനാൽ തന്നെ വിശ്വാസം എന്ന വാക്ക് ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറില്ല. കാരണം ലക്ഷ്യങ്ങൾ നേടാനും മറ്റൊന്നിനും വിശ്വാസമല്ല ആവശ്യം. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ മനുഷ്യർ ചിലത് വിശ്വസിച്ച് പോരുകയാണ്. ഒരു യഥാർത്ഥ അറിവാകണമെന്നില്ല. യഥാർത്ഥ അറിവല്ലാത്ത കാര്യം ശരിയെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ വിശ്വാസമെന്ന് പറയാം, വിശ്വാസമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം യഥാർത്ഥ അറിവാണെങ്കിൽ അതിനെ ഞാനത് അറിഞ്ഞു, ഞാനത് അറിയുന്നു എന്നാണ് പറയാൻ കഴിയുക. പല കാര്യങ്ങളും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഒരു തെളിവില്ലാത്ത കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നതിനെയാണ് വിശ്വസിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും കൺഫർമേഷൻ ബയാസ് എന്നാൽ, ഇന്നലെ വരെ വിശ്വസിച്ച കാര്യങ്ങൾ, ഇന്നലെ വരെ അത് ശരിയായ അറിവായിക്കൊള്ളണമെന്നില്ല, ഇന്നലെ വരെ വിശ്വസിച്ച കാര്യങ്ങളെ സാധൂകരിക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, സാധൂകരിക്കുന്ന കാര്യങ്ങൾ നാം അറിയാതെ തന്നെ തിരയുന്ന, കണ്ടെത്തുന്ന പ്രതിഭാസമാണ്. മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതിഭാസമാണ് കൺഫർമേഷൻ ബയാസ്. അത് നമുക്ക് മതവിശ്വാസങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എ എന്ന ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, ബി എന്ന ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം എ എന്ന ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം ബി എന്ന ദൈവത്തിൻ്റെ നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ എ എന്ന ദൈവവും ബി എന്ന ദൈവവും അത് രണ്ടും ഒറിജിനൽ അല്ല. അതല്ലെങ്കിൽ നിരീശ്വരവാദം ഏതുമാവട്ടെ. ഏതായാലും ഇത് മൂന്നും കൂടെ യോജിച്ചു പോകില്ല. ഇതിൽ ഒന്നുകിൽ എ എന്ന ദൈവം പറഞ്ഞ കാര്യങ്ങളോ, അല്ലെങ്കിൽ ബി എന്ന ദൈവം പറഞ്ഞ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിരീശ്വരവാദം, ഇതിൽ ഏതെങ്കിലും ഒന്നേ ശരിയാകാൻ സാധ്യതയുള്ളൂ. ഞാൻ തൽക്കാലം ആർക്കും ഒരു വ്രണപ്പെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശരിയാകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞത്. അതൊക്കെ അവരവരുടെ വിശ്വാസങ്ങളായിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഏതായാലും ഇത് മൂന്നും കൂടെ ശരിയാകില്ല എന്ന് ഏതാണ്ട് നമുക്ക് ധരിക്കാൻ കഴിയും. അപ്പം അങ്ങനെയെങ്കിൽ ശരിയല്ലാത്ത രണ്ടിൽ വിശ്വസിക്കുന്നവരും, അതാണ് വിശ്വസിക്കുന്നത്, രണ്ടിൽ വിശ്വസിക്കുന്നവരും അവരുടെ ഇന്നലെ വരെയുള്ള ആ വിശ്വാസങ്ങളെ ന്യായീകരിക്കുന്ന, സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ഇന്നർ മൈൻഡ് അവരറിയാതെ തന്നെ തിരയുന്നതും, ആവശ്യം വന്നാൽ പ്രസന്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും. അവരുടെ മൈൻഡ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് അത് പ്രസന്റ് ചെയ്യാൻ, അത് അവതരിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത്. അതിനാവശ്യമായ കാര്യങ്ങൾ, അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അതാണ് കൺഫർമേഷൻ ബയാസ്. അത് എന്തുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ എന്തുമാകാം. പക്ഷെ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിലും ഈ കൺഫർമേഷൻ ബയാസ് സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതലേ കുട്ടിക്കാലം മുതലേ വിശ്വസിച്ചു പോകുന്ന പല കാര്യങ്ങളും, സാമ്പത്തികത്തെക്കുറിച്ച്, പണത്തെക്കുറിച്ച് മൈന്യൂട്ടായിട്ട് പോലും പലപ്പോഴും നമ്മുടെ മനസ്സിൽ നാം അറിയാത്ത പല വിശ്വാസങ്ങളും കടന്നുകൂടിയിട്ടുണ്ടാകാം. അത് പലരിലും പല തരത്തിലാകാം. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും ആയിരക്കണക്കിന് രീതികളിലുള്ള വ്യത്യസ്തമായ സങ്കല്പങ്ങൾ വിശ്വാസങ്ങളായി കൂടിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ പണമുള്ളവർക്ക് ഉറങ്ങാൻ കഴിയില്ല, പണം തലവേദനയാണ്, ധനികർ നന്മയല്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു സാധാരണ മനുഷ്യന് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ, അത് വ്യത്യസ്തമായ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് അവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയും പണത്തെക്കുറിച്ച് ചിന്തയുണ്ടോ എന്ന് മനസ്സിലാവുക. ഒരുപക്ഷെ പലരും അറിയില്ല തൻ്റെ മനസ്സിൽ തന്നെ എന്തൊക്കെ ധാരണകളാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൺഫർമേഷൻ ബയാസായി മനുഷ്യനിൽ കിടക്കുകയും അത് നമ്മുടെ സാമ്പത്തിക നേട്ടത്തിന് തടസ്സമായി വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്നതിനാണ് എല്ലാ ദിവസവും ഈ വോയിസ് കേൾക്കുന്നതിൻ്റെ ഒരു ആവശ്യകത. കാരണം അറിഞ്ഞും അറിയാതെയും പണത്തിന് ബ്ലോക്ക് ആകുന്ന പല കൺഫർമേഷൻ ബയാസുകളും ഉണ്ടാകാം. അത് ഏതാണെന്ന് നമുക്ക് വ്യക്തത തിരിച്ചറിയാൻ കഴിഞ്ഞോളുന്നില്ല. അത് എത്രയോ വാക്കുകൾ, എത്രയോ വാചകങ്ങൾ, എത്രയോ വർഷങ്ങളായി നാം ഒരു ദിവസത്തിൽ പല പ്രാവശ്യമായിട്ടും പലപ്പോഴും കൂട്ടുകാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും ഒക്കെ കേട്ടിരിക്കുന്നു. അതിൽ ഏതൊക്കെയാണ് കൺഫർമേഷൻ ബയാസായി നമ്മിൽ ഉണ്ടായിരിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പരിഹാരമാണ് എല്ലാ ദിവസവും രാവിലെ തരുന്ന ആ വോയിസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെങ്കിലും നിങ്ങൾക്ക് കഴിയുമെന്നുള്ള തുടങ്ങിയുള്ള ഭാഗമെങ്കിലും അത് എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ആ കൺഫർമേഷൻ ബയാസിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. അത് എത്രമാത്രം രൂഢമൂലമാണ് ഒരാളുടെ നെഗറ്റീവ് കൺഫർമേഷൻ ബയാസ്, അതിനെ മറികടക്കുന്ന അത്രയും കാലം അത് കേട്ടുകൊണ്ടേ പോവുക എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ വ്യക്തമായി കണ്ടൊരു കാര്യമാണ്. ഇത് മറ്റൊരു രീതിയിൽ ബ്രെയിൻ ഹാക്കിംഗ് എന്ന നിയമത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ കേട്ട കേൾവികളെ ആസ്പദമാക്കിയാണ് നമ്മുടെ സ്വന്തം ചിന്തകളും മൈൻഡ് സെറ്റും രൂപീകൃതമാകുന്നത് എന്ന് നാം മനസ്സിലാക്കിയതാണ്.
ഒരാളുടെ സാമ്പത്തിക നിലയും ആ കേൾവികളെ ആസ്പദമാക്കി തന്നെയാണ് രൂപപ്പെടുന്നത്. അതിൻ്റെ ഒരു ഡീപ്പർ പോയിന്റാണ്, അതിൻ്റെ ഒരു ആഴത്തിലുള്ള വിഷയമാണ് കൺഫർമേഷൻ ബയാസ് എന്നുള്ളത്. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഇതെല്ലാം സയന്റിഫിക് വശങ്ങൾ അറിയണമെന്നില്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത് എല്ലാ ദിവസവും രാവിലെ കേൾക്കേണ്ടത്, അത് മിസ് ചെയ്യാതെ കേൾക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കാനും കൂടിയാണ് ആ ഒരു ആഴത്തിലുള്ള സയൻസോട് പറയുന്നത്. പിന്നെ പഠിക്കേണ്ടവർക്ക് അത് പഠിക്കുകയും ചെയ്യാം. ആ ഒരു കൺഫർമേഷൻ ബയാസ് മറികടക്കുന്നതിനുള്ള ആ ഒരു കുട്ടിക്കാലം മുതലെയുള്ള ശരിയല്ലാത്ത കേൾവികൾക്കുള്ള ഏറ്റവും ശരിയായ സയന്റിഫിക് ആയിട്ടുള്ള പരിഹാരമാണ് ശരിയായ കേൾവികൾ കേൾക്കുക എന്നുള്ളത്, ആ ശരിയായ ഹെറ്ററോ സജഷൻ കേൾക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ആ ഒരു നാം അറിഞ്ഞും അറിയാതെയും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുടികൊള്ളുന്ന എന്ന വാക്കാൻ ഞാൻ പറയാൻ വന്നിട്ട് ഒന്ന് തപ്പിയത്, അതായത് കുടികൊള്ളുന്ന നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ രൂഢമൂലമായിരിക്കുന്ന പണത്തിന് ബ്ലോക്ക് നിൽക്കുന്ന എന്തെങ്കിലും കൺഫർമേഷൻ ബയാസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ക്രമേണ ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് ഹെറ്ററോസൈഷൻ. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ആവർത്തന വിരസത ഇല്ലാതെ ഇത് കേൾക്കാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകണം. അത് എല്ലാവർക്കും കൊണ്ടൊന്നും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും അതൊന്നുകൂടെ അത് ഊട്ടി ഉറപ്പിക്കണം മനസ്സിലാക്കുക. കാരണം നിത്യവും ഒരുപക്ഷെ പകുതി കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം ആ ഒരു സ്ഥിരം ഡയലോഗാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതും സ്കിപ്പ് ചെയ്യാതെ അത് കേൾക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കൺഫർമേഷൻ ബയാസിനെ, പണത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന കൺഫർമേഷൻ ബയാസിനെ, അപ്പം അത് ഒന്നുകൂടെ ആവർത്തിച്ചാൽ, അത് നാം എപ്പോഴും നമ്മുടെ ഇന്നലെ വരെ നാം അറിഞ്ഞും അറിയാതെയും രൂഢമൂലമായ വിശ്വാസങ്ങളെ സാധൂകരിക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അതിനനുകൂലമായ കാര്യങ്ങളെ നമ്മുടെ ഇന്നർ മൈൻഡ് കണ്ടെത്തൂ. ആ ഇന്നർ മൈൻഡിൻ്റെ ആ തിരയലിൻ്റെ ഭാഗമായി തന്നെയാണ് നാം ഒരു സാമ്പത്തിക മാർഗം കണ്ടെത്തുന്നതാകട്ടെ, ഒരു സാമ്പത്തിക മാർഗത്തിലേക്ക് എത്തുന്നതാകട്ടെ. നമ്മുടെ മുന്നിൽ വലിയൊരു അവസരം വന്നാൽ പോലും അത് ശരിയല്ല എന്ന് നമ്മുടെ ഇന്നർ മൈൻഡ് തീരുമാനിക്കുന്നതും, ശരിയെന്നോ ശരിയല്ല എന്നോ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നോ ഇറങ്ങിത്തിരിക്കേണ്ട എന്നോ ഒക്കെ. അത് ചിലപ്പം നമ്മൾ അറിയില്ല, അതൊരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൊണ്ടായിരിക്കില്ല. ഒരുപക്ഷെ നഷ്ടം വന്നേക്കാമെന്നോ നല്ലതല്ല എന്നുള്ളതോ പരാജയം വന്നേക്കാമെന്നോ, അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ചിന്ത. ഒരുപക്ഷെ അത് വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കാം, പരാജയം വരുന്നതായിരിക്കില്ല, നന്മയായിരിക്കാം. അത്തരം ശരിയായ കാര്യങ്ങൾ പോലും നന്മയല്ല എന്നോ പരാജയപ്പെട്ടേക്കാമെന്നോ ഒക്കെ ഭീതിയും ഏതായാലും ആ ഒരു ശരിയായ തീരുമാനം, നമ്മുടെ സാമ്പത്തിക നേട്ടത്തിന് ആവശ്യമായ ഒരു ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാതെ നമ്മെ പിന്നോട്ട് വലിക്കുന്ന, നാം അറിയാതെ പിന്നോട്ട് വലിക്കുന്ന, അത് എവിടെയാണ് എപ്പോഴാണ് സംഭവിച്ചതെന്ന് നാം അറിയുക പോലുമില്ല. അങ്ങനെ ഈ ലോകത്ത് ശരിക്കും അതിസമ്പന്നരെല്ലാവരും തന്നെ എല്ലാ മേഖലയിലും പണം സമ്പാദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ അവസരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്നവർ ആ അവസരം കാണാത്തത് എന്നുള്ളതിൻ്റെ ഒരു ആഴത്തിലുള്ള പ്രതിഭാസമാണ് കൺഫർമേഷൻ ബയാസ് എന്ന ആ പ്രതിഭാസം. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തമായ കാര്യമാണ് എല്ലാ ദിവസവും രാവിലെ ഇത്തരം കാര്യങ്ങൾ, ചിലപ്പം ഇത്തരം ഒരുപക്ഷെ ആവശ്യമില്ലാത്ത, ഓർത്ത് വെക്കേണ്ടതില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം ഇടയ്ക്കൊന്ന് കേട്ടു പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ തരം നെഗറ്റീവ് ബ്ലോക്കുകൾക്കും പരിഹാരമാണ്. കുട്ടിക്കാലം മുതലേ കേട്ട ശരിയല്ലാത്ത കേൾവികൾക്കുള്ള പരിഹാരം, ആൻറ്റിഡോട്ട്, മറുമരുന്ന് എന്ന് പറയുന്നത് ശരിയായ കേൾവികൾ കേൾക്കുക, ഹെറ്ററോ സജഷൻ ആണ് എങ്കിൽ കൺഫർമേഷൻ ബയാസിന് സ്വയം പോസിറ്റീവായി ചിന്തിക്കുന്നതും, നമുക്ക് അതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ അടിസ്ഥാന കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അത് തിരയേണ്ടത് പോലുമില്ല, നമ്മളും സ്വയം ചിന്തിക്കുകയും ചെയ്യുക. പണം ഉണ്ടാക്കിയേ പറ്റൂ, പണം ഉണ്ടാക്കലാണ് എൻ്റെ പ്രധാന കർത്തവ്യം, മറ്റെന്തെല്ലാം നേടിയാലും പണം കൂടി ഉണ്ടെങ്കിൽ മനോഹരമായ ജീവിതം നയിക്കാൻ കഴിയൂ, എനിക്കും എൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കണമെങ്കിൽ പണം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള സ്വന്തം ചിന്തകളും ഒരു 5 മിനിറ്റ് ചിന്തിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി ചിന്തിച്ചാലും, അതല്ലെങ്കിൽ മനസ്സിനെ മേയാൻ വിടുന്ന സമയത്ത്, കുളിക്കുമ്പോഴും ബാത്റൂമിൽ ഇരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും അങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോഴുമൊക്കെ പണം നേടണം, പണം തന്നെയാണ് മുഖ്യം എന്നുള്ള ആ ചിന്ത സ്വയം ചിന്തിക്കുന്നതും കൺഫർമേഷൻ ബയാസിൻ്റെ പരിഹാരം തന്നെയാണ്. അതുകൂടെ അറിയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മനസ്സിനെ മേയാൻ വിടുന്ന സമയത്തും വെറുതെ സമയം ചിലവഴിക്കുന്ന സമയത്തും TV കാണുന്ന സമയത്തൊക്കെ, TV ഒക്കെ കാണാം, പക്ഷേ കുറച്ച് സമയം, 10 മിനിറ്റ് TV കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ കണ്ടതിന് ശേഷം അതിലൊരു 2 മിനിറ്റെങ്കിലും കട്ട് ചെയ്തിട്ട് പണം ഉണ്ടാക്കണം, പണം തന്നെയാണ് എൻ്റെ പണം സമ്പാദിക്കലാണ് എൻ്റെ പ്രധാന കർത്തവ്യം എന്നുള്ള അത്തരം ചിന്തകൾ, ഇതൊക്കെ അവനവൻ്റെ ജീവിതത്തിനും അവനവനും ആവശ്യമാണോ എന്നുള്ളതും സ്വയം ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ സ്വയം ചിന്തിച്ച് അത് യാഥാർത്ഥ്യവും സത്യവുമാണെങ്കിൽ, മറ്റെന്തെല്ലാം നേടിയിട്ടും പണം കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അഭിമാനകരമായ ജീവിതം നയിക്കാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചിന്ത മനസ്സിലാക്കിയതിന് ശേഷം ആ പണം സമ്പാദിക്കലാണ് പ്രധാന കർത്തവ്യം. മറ്റെന്തെല്ലാം നേടിയില്ലെങ്കിലും, മറ്റ് സ്ഥാനമാനങ്ങളോ മറ്റൊന്നും നേടിയില്ലെങ്കിൽ പോലും അഭിമാനകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഇത്രയും പണം കൈവശമുണ്ടെങ്കിൽ തന്നെ അവനവൻ്റെ ഉറ്റവർക്കും നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ചിന്തകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് സ്വയം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എങ്കിലും ചിന്തിക്കുകയും ചെയ്യുക. പണം ആ ഒറ്റ വാക്ക് റിപ്പീറ്റ് ചെയ്താൽ പോലും അത് എന്താ പറയുക, ക്രേസ് എന്നാണ് പറയുക. ശരിക്കും ക്രേസിയായി ചിന്തിക്കാം. പക്ഷേ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, പിരിവെട്ടി പോലെ ആവരുത് കേട്ടോ.
പ്രാക്ടിക്കലി ചിന്തിപ്പിക്കുകയാണ്. നമ്മളതുകൊണ്ട് എന്താ പറയുക, ഒരു ബുജി കണ്ടമാനം പിരിവെട്ടി പോലെ ആവരുത്. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ആ ഒരു റിയാലിറ്റിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ പണം 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 എന്നുള്ള ആ ചിന്തയും, ഒരുപക്ഷെ ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അത്രയും സയൻസ് വിശദീകരിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കൺഫർമേഷൻ ബയാസിനെ മറികടക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഹെറ്ററോസൈഷനും ബാഹ്യമായ കേൾവികളും ശരിയായ കേൾവികൾ ബാഹ്യമായി കേൾക്കുന്നതും സ്വന്തം ചിന്തകളും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാ ബ്ലോക്കുകളും മാറുകയും നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സമ്പൽ സമൃദ്ധിയുടെ ടാപ്പ് നിങ്ങൾക്കായും തുറക്കുകയും ചെയ്യും. കാരണം ലോകം സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾക്കായും തുറക്കുകയും ചെയ്യും. ആ ശരിയായ മാർഗ്ഗത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മേഖലയിൽ തന്നെ, ഒന്നുകിൽ ഇപ്പോൾ ഉള്ള മേഖലയോടനുബന്ധിച്ച മേഖല തന്നെ നിങ്ങളിലേക്ക് വരികയും, അതല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ മേഖല, നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല നിങ്ങളിലേക്ക് വരികയും, നിങ്ങൾ ആ ശരിയായ മേഖലയിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും പണം സമ്പാദനം എന്നുള്ളത് നിങ്ങൾക്ക് തുറന്ന് കിട്ടുക തന്നെ ചെയ്യും. ക്ഷമയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എത്രമാത്രം ബ്ലോക്കുകൾ ഒരാളിലുണ്ടോ, ഒരുപക്ഷെ എല്ലാവർക്കും ഒരേ കാലയളവിലായിരിക്കില്ല ആ ഒരു തുറവി, ആ ഒരു ഓപ്പൺനെസ് അതൊന്ന് തുറന്ന് കിട്ടുന്നത്. ഏതായാലും ക്ഷമയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, പിന്മാറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്നലത്തെ വോയിസിലാണെന്ന് തോന്നുന്നു, വിജയികൾ പരാജയപ്പെടാത്തവരല്ല, വിജയികൾ പിന്മാറാത്തവരാണ്. അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറാതെ ക്ഷമയോടെ ഏതായാലും ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ, പിന്മാറിയിട്ട് എന്തായാലും പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ, ധീരമായി, കരുത്തോടെ, ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്കും കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അർഹതയാണ്. അത് നേടേണ്ടത് നിങ്ങളുടെ കടമയുമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതിനായി രണ്ടും കൽപ്പിച്ച സഡകുടഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ ക്ഷമയോടെ പിന്മാറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കൂടി പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് പ്രവഹിക്കട്ടെ. അണമുറിയാത്ത പണപ്രവാഹം, തികയുന്ന പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് പ്രവഹിക്കട്ടെ.